ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ന്യൂസിലൻഡിലെ സൗത്ത് ഐലൻഡിലുള്ള ബനാക്ക ലാവണ്ടർ ഫാമിലാണ്. ബനാക്ക അവിടുത്തെ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഞാൻ എൻ്റെ സൗത്ത് ഐലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മസ്റ്റ് വിസിറ്റ് പ്ലേസിലുള്ളതായിരുന്നു ഈ സൗത്ത് ഐലൻഡിലെ ഈ ബനാക്ക ലാവണ്ടർ ഫാം. ഇത് ഹൈലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. അപ്പോൾ നമുക്കിവിടെ കയറാനായിട്ടുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് $15 പക്ഷേ ഒരുപാട് ഏരിയയിൽ ഇത് സ്പ്രെഡായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സീസൺ കഴിഞ്ഞോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ചില ഏരിയയിലൊന്നും പൂവില്ലായിരുന്നു. പിന്നെ ഞാൻ നോർത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ നോർത്തിലെ ലാവൻഡറും ഇവിടുത്തെയും കണ്ടപ്പോൾ എനിക്ക് നോർത്തിലെ കുറച്ചും കൂടെ വലിയ പൂക്കളായിട്ടാണ് എനിക്ക് തോന്നിയതാകാം, അറിയില്ല. ബട്ട് ഇതൊരു നല്ലൊരു പ്ലേസ് ആയിരുന്നു വിസിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ എൻ്റെ കസിനെ കാണാനാണ് സൗത്തിൽ പോയത്. അപ്പോൾ ചേച്ചിയും അതോടൊപ്പം തന്നെ ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും സൗത്ത് ഐലൻഡിലുണ്ടെങ്കിൽ എന്തായാലും കാണണം. താങ്ക് യു. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ന്യൂസിലൻഡിലെ സൗത്ത് ഐലൻഡിലുള്ള ബനാക്ക ലാവണ്ടർ ഫാമിലാണ്. ബനാക്ക അവിടുത്തെ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഞാൻ എൻ്റെ സൗത്ത് ഐലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മസ്റ്റ് വിസിറ്റ് പ്ലേസിലുള്ളതായിരുന്നു ഈ സൗത്ത് ഐലൻഡിലെ ഈ ബനാക്ക ലാവണ്ടർ ഫാം. ഇത് ഹൈലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. അപ്പോൾ നമുക്കിവിടെ കയറാനായിട്ടുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് $15. പക്ഷേ ഒരുപാട് ഏരിയയിൽ ഇത് സ്പ്രെഡായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സീസൺ കഴിഞ്ഞോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ചില ഏരിയയിലൊന്നും പൂവില്ലായിരുന്നു. പിന്നെ ഞാൻ നോർത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ നോർത്തിലെ ലാവൻഡറും ഇവിടുത്തെയും കണ്ടപ്പോൾ എനിക്ക് നോർത്തിലെ കുറച്ചും കൂടെ വലിയ പൂക്കളായിട്ടാണ് എനിക്ക് തോന്നിയതാകാം, അറിയില്ല. ബട്ട് ഇതൊരു നല്ലൊരു പ്ലേസ് ആയിരുന്നു വിസിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ എൻ്റെ കസിനെ കാണാനാണ് സൗത്തിൽ പോയത്. അപ്പോൾ ചേച്ചിയും അതോടൊപ്പം തന്നെ ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും സൗത്ത് ഐലൻഡിലുണ്ടെങ്കിൽ എന്തായാലും കാണണം. താങ്ക് യു.